ആലപ്പുഴയിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായ ആരോഗ്യ വകുപ്പിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആലപ്പുഴയിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. അവിടെ അത് റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധം. പ്രവർത്തകരെയൊക്കെ പോലീസ് അവിടുന്ന് ഇപ്പോൾ പിടിച്ചു മാറ്റുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് തന്നെയായിരിക്കണം. പ്രവർത്തകർ കൈകോർത്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പരസ്പരം കൈകോർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ്, ആലപ്പുഴയിൽ യൂത്ത് ലീഗ്. പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നു, വണ്ടിയിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. രഘു, എപ്പോഴാണ് ഈ പ്രതിഷേധം തുടങ്ങിയത്? ആലപ്പുഴയിൽ എവിടെയാണ്? പ്രവർത്തകരെ എല്ലാം അവിടെ നീക്കാൻ സാധിച്ചിട്ടുണ്ട്. റോഡിൽ കുത്തിയിരിക്കുന്നതാണ്. ഇത് പൊതു റോഡാണോ? എവിടെയാണിത്? പഴയ ദേശീയപാതയിലാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം നടത്തുന്നത്. പഴയ ദേശീയപാത എന്ന് പറയാൻ പുതിയ ബൈപ്പാസ് വന്നതോടുകൂടി ദീർഘദൂര യാത്രക്കാരടക്കം ബൈപ്പാസ് ആണ് ഉപയോഗിക്കുന്നത്. പഴയ ദേശീയപാതയിൽ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്നത്, റോഡ് ഉപരോധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക്, ബസ് സ്റ്റാൻഡിലേക്കും അടക്കം പോകുന്ന വഴിയിലാണ് പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ, അതായത് വീണ ജോർജിന്റെ, കൊലയാളി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ശരി, ആലപ്പുഴയിലെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരെ പ്രതിഷേധം നടക്കുകയാണ്.